അൽഷാം മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാവറട്ടിയിലെ അശാസ്ത്രീയ നിർമ്മിതി മൂലം ഇടുങ്ങിപ്പോയ റോഡിൻ്റെയും അതുപോലെ തന്നെ കാനയുടെയും അത് ആരംഭിക്കുന്ന സ്ഥലത്താണ്. MG റോഡിൽ നിന്ന് 15 മീറ്ററോളം വന്നിട്ടുള്ള കാന ടു കാന ആയിട്ടുള്ള റോഡ്, അതായത് അത്രയും വീതിയുള്ള റോഡ് ഈ ഭാഗത്തു നിന്നാണ് ചുരുങ്ങിയിട്ട് 2 വാഹനങ്ങൾക്ക് 2 ബസ്സുകൾക്ക് സൈഡ് കൊടുത്താൽ പോകാൻ പറ്റാത്ത രീതിയിൽ ചുരുങ്ങിപ്പോയിട്ടുള്ളത്. അത് തുടക്കം മുതലേ 2023 നവംബർ മാസത്തിൽ അത് തുടങ്ങിയ സമയത്ത് തന്നെ ഈ നിർമ്മാണ പ്രവൃത്തിയിലുള്ള അപാകത മൂലം ജനങ്ങൾക്ക് ഗതാഗത തടസ്സവും അതുപോലെ തന്നെ വെള്ളക്കെട്ടും മഴയുണ്ടാകുമ്പോൾ വെള്ളക്കെട്ടും ഉണ്ടാകുമെന്ന് നിരവധി ആളുകൾ അത് പരാതിയായിട്ടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് നേരിട്ടും പറഞ്ഞിട്ടും ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് പോയിട്ടും വ്യാപാരി വ്യവസായ ഇരു സഭകളിൽ അറിയിച്ചിട്ടും യാതൊരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ ദ്രോഹിക്കുന്ന ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഫലമായിട്ട് ചെറിയൊരു മഴയിൽ പോലും വളരെയധികം വെള്ളം പൊങ്ങുന്നൊരവസ്ഥയാണ് പാർട്ടി സെൻറ്ററിൽ സംജാതമായിട്ടുള്ളത്. അവിടെ പാർട്ടി സെൻറ്ററിൽ നിന്ന് MG റോഡ് തുടങ്ങുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് വളരെ വിചിത്രമായ ചില കാഴ്ചകൾ കാണാം. റോഡ് 15 മീറ്ററോളം ഈ സ്ഥലത്ത് വീതി കൂട്ടിയിട്ടുണ്ടെങ്കിലും റോഡിൻ്റെ ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന BSNLൻ്റെ ഒരു നിർമ്മിതിയാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇവിടെ റോഡിന് വീതി കൂട്ടുകയോ അതല്ലെങ്കിൽ ഇത് പൊളിച്ചു മാറ്റി സൈഡിലേക്ക് സ്ഥാപിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ വലിയ വാഹനങ്ങൾക്ക് തിരിക്കാനും അതുപോലെ തന്നെ ചെറിയ ഏതെങ്കിലും വാഹനങ്ങൾക്ക് പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങിപ്പോകേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ സൈഡാക്കാനും പറ്റിയ ഒരു ഏരിയയാണ്. പക്ഷേ അത് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഒരു സ്മാരകമെന്ന രീതിയിൽ KSEBയുടേതാണെന്ന് തോന്നുന്നു ഈ നിർമ്മിതി ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ കഴിഞ്ഞ വെള്ളക്കെട്ടുണ്ടായ സമയത്ത് കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായ വെള്ളക്കെട്ടിൽ ഹരിതസേനയുടെ ഈ കൂട്ടിക്കിടക്കുന്ന ഈ സാധനങ്ങൾ, ഈ മാലിന്യങ്ങളെല്ലാം അത് 50 രൂപ കൊടുത്ത് വീടുകളിൽ നിന്നും 100 രൂപ കൊടുത്ത് കടകളിൽ നിന്നും അവർ ശേഖരിക്കുന്ന മുഴുവൻ വേസ്റ്റുകളും ചാക്കുകെട്ടുകളിലാക്കിയിട്ട് ഓരോ വാർഡിലും ഇവിടെ കൊടുത്ത് ഡിസ്പോസ് ചെയ്യുകയാണ് പതിവ്. അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന 2ാം വാർഡിൽ കിടക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ 2ാം വാർഡിൽ ഇവിടെ റോഡ് സൈഡിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ള MG റോഡിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ഹരിതസേനയുടെ ഈ കച്ചറ, ഈ പറഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അന്നത്തെ ശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടായപ്പോൾ ഒരുപാട് ചാക്കുകെട്ടുകളാണ് ഈ കാനയിലൂടെ ഒഴുകിപ്പോയിട്ടുള്ളത്. ഈ കാനയിലൂടെ ഒഴുകിപ്പോയ ചാക്കുകളെല്ലാം പൂച്ചേരി തോടിലൂടെ കടന്നു പോയിട്ട് മുകൾ ഭാഗവും കൺസീൽഡ് ആയിട്ടുള്ള ചില ഏരിയകളുണ്ട് ഇന്ത്യൻ സ്റ്റീലിൻ്റെ ഭാഗത്ത്. അവിടെ പോയിട്ട് അടിഞ്ഞു കൂടിയിട്ട് ഭാവിയിൽ ഇതിനേക്കാൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ MG റോഡിലെ ഈ തരകൻ സ്റ്റോറിൻ്റെ മുന്നിലായിട്ട് ഇവിടെ താഴ്ന്ന സ്ഥലമാണ് ഇവിടെ കാണുന്നത്. അവിടെ വെള്ളം കെട്ടിയിട്ട് മുട്ടോളം വെള്ളം, അതിനപ്പുറത്തേക്ക് കുറേ വാഹനങ്ങളൊക്കെ ഈ ഭാഗത്ത് കേടായിട്ടുണ്ട്. ഇതിൽ സൈലൻസറിൽ വെള്ളം കയറിയിട്ട് ഓഫായി പോയിട്ടുണ്ട്. അതിന് കാരണം ഈ ഭാഗത്ത് താഴ്ന്നിട്ട് കേടായിട്ടുള്ള റോഡാണ്. അതുകൊണ്ട് അന്ന് വീഡിയോയിലെല്ലാം നമ്മളത് എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയും. ഇതിൽ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് റോഡിനെ പറ്റി മതിയായ ധാരണയില്ലാതെ അതിൽ ചെന്ന് ചാടി വീഴുകയും അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാവുകയും സൈലൻസറിൽ വെള്ളം കയറി ഓഫായി പോവുകയും ഉണ്ടായിട്ടുണ്ട്. MG റോഡിലേക്ക് വരുന്ന പൂച്ചേരി തോടിൽ, സെൻട്രലിൽ നിന്ന് പൂച്ചേരി തോടിലേക്ക് പോകുന്ന MG റോഡിൽ നിന്നുള്ള കാനയാണത്. ഈ കാനയിൽ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മഴ പെയ്താൽ തന്നെ ഈ റോഡ് മുഴുവൻ വെള്ളക്കെട്ടാണ്. ഇതിനെ താഴ്ച കൂട്ടുകയോ അതിന് മുകളിൽ സ്ലാബ് സ്ഥാപിച്ച് താഴ്ച കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുമെന്നും അതുപോലെ തന്നെ അതിൻ്റെ കൈവഴികളിലുള്ള സ്വകാര്യ വ്യക്തികളുടെ ചില കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് തോടുകൾ പഴയ രീതിയിൽ വീതി കൂട്ടിയില്ലെങ്കിൽ ഈ മഴ ശക്തമായി വരാൻ കിടക്കുന്ന ഈ അടുത്ത മാസങ്ങളിൽ പാവറട്ടിയിലെ വെള്ളക്കെട്ടിനെ വളരെ വലിയ ദുരന്തമായിരിക്കും വ്യാപാരികൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്കും സമ്മാനിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ, അത് പൊതുമരാമത്ത് മന്ത്രിയായാലും അതുപോലെ തന്നെ PWD ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയാലും ജില്ലാ കളക്ടറായാലും ഈ വിഷയങ്ങൾക്ക് തക്കതായ ഒരു പരിഹാരം കണ്ടെത്തി പാവറട്ടിയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുന്നു.